ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്നെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. പുതിയതായിട്ട് എൻ്റെ കൂടെ കൂട്ടുകൂടിയ കുറച്ച് സഹോദരന്മാർക്ക്, അല്ലെങ്കിൽ ആൻറ്റിമാർക്ക്, അങ്കിൾമാർക്ക്, കുട്ടികൾക്ക്, മോളുമാർക്ക്, മോനുമാർക്ക് എല്ലാവർക്കും ഹായ്. അപ്പോൾ ഞാനാണ് ആൾ കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ഡയറക്റ്റ് വന്ന് വീഡിയോ ഇടാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡ് പോലെ ഞാനും ഇടയ്ക്ക് വരാറുണ്ട്. ചിലപ്പോൾ ഒളിച്ചിരുന്ന് എന്തും പറയാമല്ലോ എന്നുള്ളൊരു ധാരണയൊക്കെ ചില ആൾക്കാർക്കുണ്ട്. ഒളിച്ചിരുന്നല്ല, ഞാൻ എപ്പോഴും എൻ്റെ നിലപാടുകൾ കറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പറയാൻ നട്ടല്ലിന് ഉറപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് വിവിധ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ അവലോകനം നടത്തി പോവാം. പോസിറ്റീവ് ഒന്നും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ സീസൺ 7 അധികം പോസിറ്റിവിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഒരു നെഗറ്റീവും, പിന്നെ കുറച്ച് പേര് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവരും, കുറച്ച് പേര് സ്ട്രാറ്റജി കളിക്കാൻ നിൽക്കുന്നവരും എന്നൊക്കെ അവർ പറയുന്നു. ചിലവർ പറയാതെ കളിക്കുന്നു. അവർക്ക് ഒരുപാട് ഗെയിം പ്ലാൻസ് ഉണ്ട്, അവർക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, പക്ഷേ അവർ പറയാതെ പറയുന്നു. അപ്പം നമുക്ക് ഈ വീക്കിൽ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ വീക്കിൽ ആദിലയായിരുന്നല്ലോ ക്യാപ്റ്റൻ, ആദിലയായിട്ട് വന്നു. അപ്പോൾ ആദില ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയണമായിരുന്നു. ആദില ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും തന്നെയാണ് രാവിലെ അവർ ഇത്രയും കാലം ഈ ഒരു 60 ദിവസത്തിന് മുകളിൽ രാവിലെ ഉണരാത്തവർ, എപ്പോഴും ബെഡിൽ തന്നെ കിടക്കുന്ന ആൾക്കാർ രാവിലെ ഉണർന്നു. അവർ രണ്ടുപേരും, നൂറ ആൻഡ് ആദില, രാവിലെ ഉണർന്നു എന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. അവർ രാവിലെ പാട്ടിന് മുന്നേ ഉണർന്നു വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം കണ്ടത് അനീഷേട്ടനാണ് രാവിലെ വന്ന് ഉണർന്നിരിക്കുന്നതും, ഉണർന്ന് വന്ന് കാത്തിരിക്കുന്ന. അതിനുശേഷം ഷാനവാസിക്ക ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആദില ക്യാപ്റ്റനായി വന്നതിന് ശേഷം ആദിലയും നൂറയും കൃത്യമായിട്ട് രാവിലെ ഉണരുന്നുണ്ട്. 8 മണിക്ക് മുന്നേ അവർ ഉണരുന്നുണ്ട്, വന്നിരിക്കുന്നുണ്ട് പാട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഈ ഒരു ഞാനൊരു വാർത്ത പറയുന്ന പോലെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു വിഷയങ്ങൾ അവലോകനം ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ഈ ഒരു ഹൗസിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ PR പ്രശ്നമാണ്. PR പ്രശ്നം ആദ്യമായിട്ട് എടുത്തിട്ടത് നമ്മുടെ ബിന്നിയാണ് കേട്ടോ. ബിന്നി PR വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരമായപ്പോൾ ബിന്നി ആരോപിച്ച ആരോപണം എന്ന് പറയുന്നത്, നമ്മുടെ അനുമോൾ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തിരിക്കുന്നു. PRകളെ ഏൽപ്പിച്ചിരിക്കുന്നു. 16 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു എന്നുള്ള ഒരു വലിയ അലിഗേഷനാണ്, ഒരു വലിയ ആരോപണമാണ്. ആ ആരോപണം അവിടെ കത്തിപ്പുകഞ്ഞു നിൽക്കുന്നു. അതിനെ മുന്നോടിയായിട്ട് പല ആൾക്കാരും പറയുന്നു PR വർക്ക് ഉണ്ട് എന്ന് അനുമോൾ പറഞ്ഞു. അതൊരു രാവിലെ ഒരു മോർണിംഗ് ടാസ്കിൻ്റെ സമയത്താണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവിടെ പുകയുന്നു. PR ആർക്കുണ്ട്, PR ആർക്കില്ല, PR ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഭയങ്കരമായ കൂലങ്കുഷമായ ചർച്ചകളായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിന്നീട് നടന്നത്. അപ്പോൾ അത് പിന്നെ അനുമോൾ ചോദിക്കുന്നു, നീ എപ്പോൾ കണ്ടു, ഞാൻ നിന്റെ കട്ടിലിനരികിൽ എന്താ പറയുന്ന ആ മരത്തിൻ്റെ കീഴിൽ ഇരുന്നപ്പോൾ നീ എന്നോട് പറഞ്ഞു ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നീട് ലാസ്റ്റ് അനുമോൾ സമ്മതിക്കുന്നു, ഞാൻ PR കൊടുത്തിട്ടുണ്ട്. പുറമേ നിന്ന് വരുന്ന എല്ലാ ആൾക്കാരും PR കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്, എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ PR വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരാൾ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു PR കൊടുക്കുന്നത് നല്ലതാണ്. PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR കൊടുക്കുന്നത് നല്ലതാണ് എന്ന് അനുമോൾ സമ്മതിച്ചു. അപ്പം ഞാനിവിടെ പറഞ്ഞ PR എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി ഏൽപ്പിക്കുക. പക്ഷേ ഒരു 16 ലക്ഷം രൂപയും 20 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഏൽപ്പിക്കണോ? കാരണം ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നുള്ള എൻ്റെ മനസ്സിലെ ചോദ്യമാണ് കേട്ടോ. കാരണം സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മൾ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത്? പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ പോകുന്നവരെല്ലാം ഫെയിമിന് വേണ്ടിയിട്ടാണ്. ഈ ഫെയിം എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ട്, ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ. അപ്പോൾ എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ട്, അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബാധ്യതകളൊക്കെ തീരും. കുറച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ട് അവിടെ സർവൈവ് ചെയ്തു പോയാൽ എൻ്റെ കുറച്ച് ബാധ്യതകളൊക്കെ തീർന്ന് എനിക്ക് പിന്നെ ഇവിടെ സമാധാനമായിട്ട് എൻ്റെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ പണം ഉണ്ടായിട്ടും, പക്ഷെ പണമുള്ള ആൾക്കാർക്ക് ഇന്നിപ്പോൾ ഒരുപാട് സോഴ്സുകളുണ്ട്. ഷോർട്ട് ഫിലിംസ് ചെയ്യാം, അതുപോലെ വെബ് സീരീസുകൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്രയും ഓപ്പണായിട്ട് കിടക്കുന്നവർ, ഇത്രയും സാധ്യതകളുടെ മേഖലകളാണല്ലേ, പോസിബിലിറ്റി ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം. സാമ്പത്തികമുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ സാമ്പത്തികമുള്ളവർക്ക് ഒരു ക്യാമറമാനെ വെച്ചിട്ട് നമ്മൾ എവിടെ പോകണമെങ്കിലും ഷൂട്ട് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണം.
പിന്നെ ഐഫോണൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. എന്തെങ്കിലും റീൽസ് ഇടണമെങ്കിൽ എൻ്റെ അഡ്വക്കേറ്റ് അനഘ എന്നാണ് എൻ്റെ പിന്നെ എന്താ പറയുക ഇൻസ്റ്റാ പേജിൻ്റേത്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ പിന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരമാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പൊട്ടത്തരമാണ്. പക്ഷേ പൈസ ഉള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, ഒരു ക്യാമറമാനെ വെക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ കോണ്ടന്റ് എടുത്തിടുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ തന്നെ കുറേ ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് എല്ലാവർക്കും ഫെയിം ആവാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാരും എനിക്കൊന്ന് മെജോറിറ്റി ആൾക്കാരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റാനും സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് 100% സത്യമാവണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. കാരണം എൻ്റെ ഒരു തോന്നലാണ്. എൻ്റെ തോന്നൽ 100% കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാരും മെജോറിറ്റി പേഴ്സൺസും വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാനാണ്. ഞാൻ ബിഗ് ബോസിൽ പോകാൻ വിചാരിച്ചതും എൻ്റെ കുറച്ച് സാമ്പത്തികമായ ബാധ്യതകൾ, എനിക്ക് കടബാധ്യതകളുണ്ട്. അപ്പോൾ ആ കടബാധ്യതകൾ മാറ്റുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. പിന്നെ ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ ഒരു ചർച്ചയായിരുന്നു അവിടെ. അതിനുശേഷം മോർണിംഗിൽ ഒരു ദിവസം മോർണിംഗിൽ അനീഷ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആദില ഈ നൂറയും രാവിലെ എഴുന്നേറ്റുന്നപ്പോൾ അനീഷ് 3ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ അനീഷ് ക്യാഷ്വലായിട്ട് ചോദിച്ചു, ആദില നൂറ ഇപ്പോൾ പിന്നെ രാവിലെ ഉണരുന്നുണ്ടല്ലോ. അപ്പം വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷ് ആയിരുന്നപ്പോഴും ആദിലയായിരുന്നു ടീം മെമ്പർ. അപ്പോൾ ആദിലയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദില ഉണരില്ല, അതിലെപ്പോഴും മൂടി പൊതച്ച് കിടക്കും. അപ്പം അങ്ങനെ കിടക്കുന്നത്. പിന്നെ രാവിലെ പാത്രം കഴുകാതെ ഇട്ടിട്ട് പോകുന്നത്, രാവിലെ പാത്രം കഴുകിയതിന് ശേഷം മാത്രമേ കിച്ചണിൽ മറ്റുള്ളവർക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ രാവിലത്തെ ഒരു പാത്രം മോർണിംഗ് റൊട്ടീൻ അനുസരിച്ച് പാത്രം കഴുകാനായിട്ട് ചിലപ്പോൾ ആദിലയാണെങ്കിൽ ഇങ്ങനെ അനീഷ് എന്ന് വായോ ആദില എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇപ്പം അതിലിപ്പോൾ ചോദിക്കും, നിങ്ങൾ എൻ്റെ തന്തയാണോ വിളിക്കാൻ, നിങ്ങൾ എൻ്റെ സഹോദരനാണോ, നിങ്ങൾ ആരാണ് ഇങ്ങനെ വിളിക്കാൻ? അപ്പോൾ അനീഷ് യഥാർത്ഥത്തിൽ അവിടെ ക്യാപ്റ്റനാണ്. ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്ന അയാളുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ള മെമ്പേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യുക എന്നുള്ളത്. പക്ഷേ യാതൊരു ബഹുമാനവും കൊടുക്കാതെ, ബഹുമാനം പോട്ടെ, യാതൊരു തരം പരിഗണനയും കൊടുക്കാതെ അങ്ങനെ ഒരു ക്യാപ്റ്റനാണ്. അപ്പോൾ ക്യാപ്റ്റൻ തന്നെ ഞാൻ ക്യാപ്റ്റനായിട്ട് അംഗീകരിച്ചിട്ടില്ലടോ, താൻ പോടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പം അച്ഛനാണ്. അപ്പം പറയും, നിന്റെ വീടാണോടോ താൻ എന്നെ വിളിക്കാൻ വരാൻ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ഞാനാണെങ്കിൽ മറുപടി പറയാം, നിങ്ങൾ BB ഹൗസിലാണ്, ഇത് ബിഗ് ബോസിൻ്റെ ഹൗസാണ്, ഇവിടെ പാത്രം കഴുകുക എന്നുള്ളതും ഒരു ടാസ്ക്കാണ് അല്ലേ. നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പം ഇവർ വിചാരിക്കുന്നത് ഈ ടാസ്കുകൾ പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ മാത്രമാണ് ടാസ്കുകൾ. ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഫുഡ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നതും, അതെനിക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതും, ബാത്റൂം കഴുകുന്നതും, അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുന്നതും, ഇതെല്ലാം ഒരു സർവൈവലാണ്. നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതെല്ലാം ടാസ്ക്കായിട്ട്, അതെല്ലാം ഒരു ഗെയിമാണ്. കാരണം അതൊക്കെ കൃത്യമായിട്ട് നമ്മളുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ നമ്മൾ ചെയ്ത് തന്നെ ശീലിക്കണം. ഇതർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റി ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്, അത് സത്യമാവണമെന്നില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നമ്മളുടെ ഇപ്പോൾ ഉള്ള നമ്മൾ ജെന്യുവിനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് 3 നേരം വീട്ടിൽ ഫുഡുണ്ട്, ചിലപ്പോൾ അവിടെ കൃത്യമായിട്ട് ഫുഡ് ഉണ്ടാവണമെന്നില്ല. പിന്നെ നമുക്കിപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ എനിക്ക് ബാത്റൂം എനിക്ക് സിംഗിൾ ബാത്റൂം, എൻ്റേതായിട്ടുള്ള ബെഡ്റൂമിൽ എനിക്ക് ബാത്റൂം സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ബാത്റൂമിൽ പോകാം, എപ്പോൾ വേണമെങ്കിലും കുളിക്കാം, എപ്പോൾ വേണമെങ്കിലും 1, 2 സാധിക്കാം. പക്ഷേ അവിടെ എന്ന് പറയുമ്പോൾ വേറൊരാൾ കയറി അവരിറങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു ടോയ്ലറ്റ്, ഒരു ബാത്റൂം എന്നൊക്കെ പറയുന്നത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക്, ഇപ്പം വെറും ഒരു ടോയ്ലറ്റ് ഉള്ള ഒരു വീട്ടിൽ ഒരു 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ജീവിച്ചവർക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അവരത് ശീലിച്ചു. പക്ഷേ ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ബാത്റൂമിൽ ഞാൻ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ശീലിച്ച ആൾക്കാർക്ക് അവിടെ ചെല്ലുമ്പോൾ അതൊരു സർവൈവാണ് അല്ലേ. നമുക്കത് മാറ്റങ്ങൾ വരുത്താം. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മളൊരു ഡോർമെറ്ററിൽ എല്ലാവരും കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു വൃദ്ധസദനത്തിൽ ജീവിക്കേണ്ട അവസ്ഥ വരും. നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ജീവിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും മുതൽക്കൂട്ടാണ്. അതാണ് ഒരു സർവൈവ്. അപ്പം ഈ കൊടുക്കുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്യുന്നത് എല്ലാം ഒരു ടാസ്കും ഒരു സർവൈവും ഒരു ഗെയിമും തന്നെയാണ്. അത് മനസ്സിലാക്കാതെ ഇവർ വിചാരിക്കുന്ന BB കൊടുക്കുന്ന ടാസ്കുകൾ എങ്ങനെയെങ്കിലും ജയിക്കുക, ആരെ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞടിച്ച് പൊട്ടിച്ച് എങ്ങനെയെങ്കിലും അതിന് ജയിക്കുന്നത് മാത്രമാണ് ഗെയിമെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കുറേ ആൾക്കാരാണ് ഈ ഹൗസിനുള്ളിലുള്ളത്.
അപ്പോൾ ഇത് അങ്ങനെ ചോദിച്ചു, അങ്ങനെ അതുമായിട്ട് അവിടെ പ്രശ്നമായി. അപ്പോൾ ഉടനെ എന്നിട്ട് അനീഷ് ചോദിച്ച കാര്യം തന്നെ, അപ്പോൾ ആദില നൂറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദില നൂറ ചോദിച്ചു, നിങ്ങൾ ഈ കൊളാബ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സുകളെല്ലാം ഓരോരുത്തർ തന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു, അവരുടെ ഡ്രസ്സുകളെല്ലാം കൊളാബാണ്. അപ്പോൾ ഈ ലക്ഷ്മി അവിടെ ഉണ്ട്, അപ്പോൾ കൊളാബാണല്ലോ, അപ്പോൾ നിങ്ങൾ ഈ എല്ലാവരെയും അറിയിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചത് ഒരു വലിയ കുറ്റമായിട്ടാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ എന്നെ അയാളൊരു പുരുഷനാണ്, അയാൾ ഒന്നും അറിയത്തില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ എല്ലാം അത്യാവശ്യം അറിവും വിവരവും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ് അനീഷ്. അയാൾ നാട്ടിൻപുറത്തുകാരനാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളൊരു പുരുഷനാണ്, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അറിയില്ല ഇങ്ങനെ മറ്റുള്ളവർ ഡ്രസ്സ് കൊടുത്ത് ആ ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് പോണത്. അതെങ്ങനെയാണ് ഇപ്പോഴും എനിക്ക് കൊളാബ് ചെയ്യാൻ അറിയില്ല കേട്ടോ. എനിക്ക് 48K ഫോളോവേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റയിലുണ്ട്. എനിക്കിപ്പോഴും കൊളാബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അറിയാം, കൊളാബ് എന്താണെന്ന് അറിയാം, പക്ഷേ കൊളാബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കിപ്പോഴും അറിയില്ല, ഉള്ളത് പറയില്ല. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടാണ് വന്നത്. അയാൾ ചോദിച്ചതിൻ്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായ കാര്യം, അയാൾ ഈ 3 ദിവസത്തിന് മുമ്പാണ് അയാൾക്ക് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയത്, അറിഞ്ഞത്, അയാളുടെ ക്ഷണം കിട്ടിയത്. ആ ക്ഷണം അനുസരിച്ച് അയാൾ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് കുറച്ച് അപ്പോഴും ആ അറിയിച്ച ആൾക്കാരെ മാത്രം അറിയിച്ചിട്ട് പോരുന്ന ഒരാളാണ്. അപ്പോൾ അതിന് മുമ്പേ ഇവരെല്ലാം അറിയിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അതും ഒരു തരത്തിലുള്ള പബ്ലിസിറ്റി അല്ലേ എന്ന് അയാൾ ചോദിച്ചു. ചിലപ്പോൾ അയാൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഇവരെല്ലാം ഓൾറെഡി സെലിബ്രിറ്റീസ് ആണ്. ഇവരുടെ എല്ലാം പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം വരും എന്ന് മുൻകൂട്ടി എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം ആൾക്കാർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് പറയുമ്പോൾ അവർ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഇതെല്ലാം കൊടുക്കും. ഇതെല്ലാം അവിടെ ഇട്ടുകൊണ്ട് നടന്നെങ്കിൽ അവർക്ക് ആ ഒരു സംഭവങ്ങൾ, അവർക്ക് ആ ഒരു വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ അനിമോൾ ഇടുന്ന ഒരു ഡ്രസ്സ്, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു പിക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു റീൽ 10 സെക്കൻഡ് 20 സെക്കൻഡ് റീൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീക്കാണ് ഇത് കൊടുത്തത്. ഈ ബൊട്ടീക്കിന് ഈ ഒരു 10 സെക്കൻഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്കതൊരു പരസ്യമായി അല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനമാണ് ഇത് എന്ന് പറഞ്ഞ ഒരു ബൊട്ടീക്ക് ഒരു ഏതെങ്കിലും ഒരു ഷോപ്പ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും തുണി നമ്മുടെ ഡ്രസ്സുകൾ വിൽക്കുന്ന ബുട്ടീക്കെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സുകൾ വിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരിത് എടുത്തിട്ട് കഴിയുമ്പോൾ അവർക്കതൊരു പരസ്യമായി. ഇത്രയേ ഉള്ളൂ കൊളാബറേഷൻ എന്ന് ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവരുടെ ഡ്രസ്സുകൾ ഇത്രയും ഭംഗിയായിട്ട് റിയാലിറ്റി ഷോയിൽ എന്താ പറയുക, കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ അനിമോൾ ഇടുമ്പോൾ അനിമോളുടെ സൗന്ദര്യവും അനിമോളുടെ ഭംഗിയും ആ ഡ്രസ്സിൽ കുറച്ചും കൂടി പ്രതിഫലിക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ എന്നെ പോലെയുള്ള ഇപ്പം എന്നെ കണക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്നെ കണക്കുള്ള കുട്ടികൾ, സ്ത്രീകൾ വിചാരിക്കും അത് കൊള്ളാലോ, അനിമോൾ ഇട്ട ഡ്രസ്സ് കൊള്ളാലോ, എന്തൊരു രസമുണ്ട് വയലറ്റ് ഡ്രസ്സ്, അത് കൊള്ളാം. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യും, അനിമോളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അനിമോളുടെ ആ ഡ്രസ്സ് ഇട്ട് ഏതെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഇതിങ്ങനെ കയറി വരും. അങ്ങനെയാണ് ഇവർക്കൊരു കൊളാബറേഷനിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ പോകണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന കൊളാബറേഷൻ ചെയ്യുന്നവർക്ക്, കൊളാബറേഷൻ കൊടുക്കുന്നവർക്ക്. അപ്പോൾ ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് വിചാരിക്കുന്നത് ഇവരെല്ലാം അറിയിച്ചത് കൊണ്ട് അത് ഒരു തരത്തിലുള്ള വർക്കല്ലേ, അത് ഒരു തരത്തിലുള്ള പബ്ലിസിറ്റി PR വർക്കല്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് അനീഷ് അവിടെ സംസാരിച്ചത്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ പ്രോബ്ലംസാണ് ഒരു പ്രാവശ്യം. പിന്നെ അതിനുശേഷം അത് ആരാണ് അപ്പോൾ അത് സംസാരിച്ചെടുപ്പോൾ നമ്മുടെ ഷാനവാസ് വന്ന് അതിനെ കയറി പിടിക്കുകയാണ്. ഷാനവാസ് അതിനെ കയറി പിടിച്ച് ചെറിയ തലത്തിലൊന്നുമില്ല, വലിയ തലത്തിലേക്ക് അത് കൊണ്ടുപോയി നീ പെരുങ്കള്ളനാണ്, അതാണ് ഇതാണ് എന്ന് പറയും. അപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, നീ എൻ്റെ സൗഹൃദം നീ എന്നെ യൂസ് ചെയ്യാണ്, സൗഹൃദം എൻ്റെ സൗഹൃദം ഉപയോഗിച്ച് നീ എന്നെ യൂസ് ചെയ്യുകയാണ്, നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള വളരെ മോശമായിട്ടുള്ള കുറേ പരാമർശങ്ങളാണ് അവിടെ ഷാനവാസ് ഉന്നയിച്ചത്. അപ്പം യഥാർത്ഥത്തിൽ ആരാണ് സൗഹൃദം നടിച്ചെന്ന്? അനീഷിൻ്റെ അടുത്ത് ഷാനവാസാണ് സൗഹൃദം നടിച്ചു ചെന്നത്. നമ്മളിത് ലൈവ് കണ്ടവരും അല്ലാതെ കണ്ടവരും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഷാനവാസ് അനീഷിനോടാണ് സൗഹൃദം, നീ എൻ്റെ സുഹൃത്താവണം, നീ എൻ്റെ നീ എന്നെ ഫ്രണ്ടാക്കുന്നതിന് പുറകെ നടന്ന് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആരെയും ഫ്രണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് ഒരാളെ മനസ്സിലാക്കിയിട്ടേ ഫ്രണ്ടാക്കാൻ പറ്റൂ, എനിക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനിത് നിന്നെ ഒന്ന് മനസ്സിലാക്കട്ടെ, നീ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് എന്തായാലും റിയാസ് സലീം വന്നിട്ടാണ് ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് അനീഷിനെ കൊണ്ട് പറയിച്ചു. അത് റിയാസ് സലീമിൻ്റെ ടാസ്ക് ആയിരുന്നു, അത് അറിയാതെയാണ് അനീഷ് ഷാനവാസിനോട് അത് പറഞ്ഞത്. അതിനുശേഷം എപ്പിസോഡിൽ
ലാലേട്ടനും അത് പറയിച്ചു. അങ്ങനെ അത് ആ ഒരു സുഹൃത്ത് ബന്ധം, ആ ഒരു കോംബോ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടതായിട്ട് ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് നമ്മൾ ഷാനവാസിനെ കണ്ടത്, ഷാനവാസ് പ്രത്യേകിച്ച് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം അനീഷിനെ വളരെ മോശമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഏത് കാര്യത്തിനും അനീഷ് ശ്വസിക്കുന്നത് കുഴപ്പം, അനീഷ് അങ്ങോട്ട് നിന്നാൽ കുഴപ്പം, അനീഷ് എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പം, എല്ലാം ഷാനവാസ് അനീഷിനെ വളരെ മോശമായിട്ട് പെരുങ്കള്ളൻ പെരുങ്കള്ളൻ കള്ളൻ കള്ളൻ പെരുങ്കള്ളൻ, നീ സ്ട്രാറ്റജിയാണ്, ജനങ്ങളെ എപ്പോഴും പറയുന്ന വാക്കുകളാണ്, നിന്നെ ഞാൻ പൊളിച്ചെടുക്കും, നിന്നെ ഞാൻ പൊളിച്ചെടുക്കും, നീ ജനങ്ങളെ പറ്റിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, കാരണം ജനങ്ങൾ വിവരവും ബോധമൊന്നും ഇല്ലാത്ത ആൾക്കാരില്ല. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, ജനങ്ങൾക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനുമുള്ള ബോധമുള്ള കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ആരെ ചൂസ് ചെയ്യണം. പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നും പറ്റിക്കാൻ പറ്റില്ല. കുറച്ച് നാളൊക്കെ എല്ലാവർക്കും പറ്റിച്ചൊക്കെ നിൽക്കാൻ പറ്റും, പക്ഷെ എന്നും പറ്റിക്കാൻ പറ്റില്ല. അതാണ് നടന്നത്. പിന്നീട് പിന്നെ ഇവര് ഈ സാബുണ്ണം വന്നു. സാബു മോൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇവരെ ഓരോരുത്തരെയും ആദില നൂറയോട് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസിനോടും മനീഷിനോടും സംസാരിക്കും. ആദില നൂറയോട് രാത്രി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3:30, 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അനീഷിനോട് ഷാനവാസിനോട് വെളുപ്പിനാണ് സംസാരിക്കുന്നു. സിഗരറ്റ് സ്മോക്കിംഗ് ഏരിയയിൽ എൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കുന്നു, അകത്ത് സംസാരിക്കുന്നു. അങ്ങനെ എന്താണ് പറയുന്നത്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നീ എവിടെയാണ് ഇങ്ങനെ, നീ എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അനീഷിൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പം നമ്മൾ ഹൗസിൽ റിയൽ ആണോന്ന് അറിയില്ല. ഇന്നലെ അനീഷിൻ്റെ അനിയൻ പറയുന്നത് കേട്ടോ, രാവിലെ ഉറക്കം എഴുന്നേക്കാൻ വിളിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ 5:30 പോകണ്ടേ, അവൻ 4:30 എന്നെ വന്ന് വായോ എഴുന്നേര് എന്നൊരു 10 പ്രാവശ്യമെങ്കിലും പറയും. അവൻ അത് ശീലിച്ചതാണ് എന്ന് പറയുന്നു. അപ്പം ആ ശീലമാണ് അവിടെയും കാണിക്കുക എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ അവർ കുറച്ചുകൂടി എക്സ്ട്രാ ഇടുന്നുണ്ടാവും, കാരണം അതൊരു ഗെയിമല്ലോ, റിയാലിറ്റി ഷോ അല്ലേ, തീർച്ചയായിട്ടും അത് വേണമല്ലോ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണമെന്നില്ല, ജീവിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ഗെയിം കളിക്കാൻ വന്നതിന് കപ്പ് വാങ്ങിക്കാൻ തന്നെ വേണ്ടി തന്നെ കളിക്കണം. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് അപ്പോൾ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് നീ നിന്റെ തൃശ്ശൂർ ഭാഷ എങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. തൃശ്ശൂർ ഭാഷ ഒരിക്കലും അങ്ങനെയല്ല, കാരണം ഞാനൊരു ഹാഫ് തൃശ്ശൂർക്കാരിയാണ്, എൻ്റെ അച്ഛൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ പക്ഷേ ഞാൻ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടും എന്നാലും നമുക്ക് ആ അവിടുത്തെ ഒരു മലബാർ ഒരു സ്ലാങ് ചിലപ്പോഴൊക്കെ കയറി വരാറുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കണമെങ്കിലും നമുക്ക് ആ ഒരു സ്ലാങ് കുറച്ചൊക്കെ കയറി വരാറുണ്ട്. അപ്പം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു അച്ചടി ഭാഷ പോലെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നുണ്ട്. ഞാൻ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ 18ാമത്തെ വയസ്സിൽ ന്യൂസ് റീഡർ, 18ാമത്തെ വയസ്സിൽ ന്യൂസ് റീഡറായിട്ട് ഒരിടത്ത് ജോലിക്ക് കയറി. അവിടെ നമ്മുടെ ലോക്കൽ ചാനൽ, ഇപ്പം നമ്മളെ ഇവിടെ KCB, ഏഷ്യാനെറ്റ് കേബിൾ കണക്ഷൻ പോലെയുള്ള ചെറിയ ചാനൽ ഏതെങ്കിലും ആയിരിക്കാം, മേ ബി നമ്മളാരും കണ്ടിട്ടില്ല, നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടെ ന്യൂസ് റീഡറായിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് കയറിയത്. അപ്പോൾ എനിക്ക് അന്ന് സംസാരിച്ചപ്പോൾ തൃശ്ശൂർ ഭാഷയിലല്ല, എല്ലാവരും ന്യൂസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ന്യൂസ് റീഡിംഗ് കേൾക്കുന്ന നമുക്കറിയാലോ. അപ്പം സംസാരിക്കുന്നത് വളരെ അച്ചടി ഭാഷയിലാണ്, കാരണം 2005 ആ ഒരു കാലഘട്ടത്തിലാണ് കയറിയത്. അപ്പോൾ 20 വർഷം മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ ഞാൻ എൻ്റെ ഭാഷ മാറ്റി ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ആ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അത് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ആ ഭാഷയും സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാനിങ്ങനെ ആയെന്ന് വ്യക്തമായിട്ട് അതിന് ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഓരോ ആൾക്കാരെയും വിളിച്ചു. അതിനുശേഷം പിന്നീട് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു സാബുമോന്. മോർണിംഗ് ടാസ്കിൽ സാബുമോന് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നിങ്ങൾ ലോങ് ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കാണണ്ട കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങളിത് കേൾക്കുമ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നതൊരു തോന്നലുണ്ടാവും, സോറി. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഈ ആഴ്ചത്തെ ഒരു മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു പോകാൻ വേണ്ടി, എന്നാലും ഒരു 10-25 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് സീസൺ 1 വിന്നറായിരുന്നു സാബുമോൻ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അധികം സോഷ്യൽ മീഡിയയിലൊന്നും ഇത്രമാത്രം ഒരു സോഷ്യൽ മീഡിയ ഒന്നും ആയിട്ടില്ല. 7 വർഷം മുമ്പുള്ള സോഷ്യൽ മീഡിയ നമുക്കറിയാലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ഇതായിട്ട് വന്നിട്ട് 4-5 വർഷമായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ആൾക്കാർ കാണുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും അറിയുന്ന ഈ ബിഗ് ബോസ് 1 പിന്നെ ഉള്ള എല്ലാവരെയും നമുക്ക് പലർക്കും അറിയില്ല. ഇന്ന് ഷിയാസ് കരീം വന്നിട്ട് പറയുന്നുണ്ട്, ഷിയാസ് കരീം ബിഗ് ബോസ് പിന്നെ ഫസ്റ്റിൽ ഉണ്ടായിരുന്നത് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട്. കറക്റ്റാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എനിക്കിവിടെ വീട്ടിൽ തന്നെ ചോദിച്ചു ഷിയാസ് കരീം എന്തിലാണ്, ഞാൻ പറഞ്ഞു ബിഗ് ബോസ് ഫസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പിന്നെ ചോദിക്കുന്നിട്ട് വിന്നർ ആയതിനു ശേഷം എന്താണെന്നുള്ളതാണ്, സോറി.
അപ്പോൾ നമ്മുടെ സാബു അണ്ണനോട് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്, നിങ്ങൾ ബിഗ് ബോസ് 1-ന്റെ വിന്നർ ആയതിനു ശേഷം എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ആ ചേഞ്ച് ലൈഫ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് വളരെ നന്നായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പുള്ളി സിനിമയിലോ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച്, പിന്നെ തരികിട എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ട്. വഴിയോരങ്ങളിൽ ഒരുപാട് ഈ കാർഡ്, ഒരുപാട് TV ഒന്നും അധികം നമ്മുടെ ഏഷ്യാനെറ്റോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് TV ഒന്നും കാണാത്ത ജനങ്ങളുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവർ സൂര്യ TVയുടെ ആണെന്നാണ് അതിൻ്റെ ഓർമ്മ. ശരിയാണോ എന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല ഇതുണ്ടെങ്കിൽ പറയൂ. സൂര്യയിലാണ് തരികിട എന്നൊരു പരിപാടി നടന്നതായിട്ടെന്നെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വിചാരിക്കണം. അപ്പോൾ അങ്ങനെ വഴിയിലൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവരവിടെ എന്തെങ്കിലുമൊക്കെ തരികിട കാണിക്കും. വഴി കൂടെ പോകുന്നവർ, അപ്പോൾ തമ്മിലൊരു അടിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വഴി കൂടെ പോകുന്നവരൊക്കെ വന്ന് പിടിച്ചു മാറ്റാനോ, അല്ലെങ്കിൽ അവിടെ ഒരു ചായക്കടയിലൊക്കെ ചായ കുടിക്കാനൊക്കെ നിന്നിട്ട് അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തരികിട എന്ന് പറഞ്ഞാൽ ഒരു ഉടായിപ്പ്. ഇപ്പോഴത്തെ ഒരു പ്രാങ്ക്, ഇപ്പോഴത്തെ നമ്മുടെ ജെൻസി കുട്ടികൾ പറയുന്നതാണ് ഒരു പ്രാങ്ക്. ആ ഒരു പ്രാങ്ക് പോലെ നടത്തിയ ഒരു പരിപാടി അവതാരകനായിരുന്നു ഈ സാബു മോൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹമാണ് ബിഗ് ബോസ് സീസൺ 1-ന്റെ വിന്നർ. അത് ഞാൻ ആ സീസൺ കുറേ ഭാഗങ്ങൾ ഒരുവിധം ഞാൻ എല്ലാം കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ആ ടാസ്ക് പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന റൗണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച സമയത്ത് അനീഷ് അവസാനമാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അനീഷ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് സീസൺ 7 ഞാനാണിപ്പോൾ ഒരു കോമണറായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അയാൾ മാത്രമാണ് കോമണറായിട്ട് വന്നിട്ടുള്ളത്. ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അയാളെ കോമണർ എന്നുള്ള രീതിയിൽ തന്നെയാണ്, തസ്തികയിലാണ്. അപ്പോൾ അയാളാണ് അപ്പം ഒരു 5 പേരെയെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇവിടെ എല്ലാവരും ആക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ആക്ടേഴ്സ് അല്ലേ, അവർക്കാകുമ്പോൾ 100 ദിവസവും അഭിനയിച്ച് നിൽക്കാൻ കഴിയും. പക്ഷേ ഒരു കോമണർ എന്നുള്ളൊരു ഇതിൽ അവർക്ക് അവരുടെ റിയൽ ആയിട്ടുള്ള അവരുടെ സ്വഭാവവും അവരുടെ കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഒരു കോമണറിൽ നിന്ന് 5 പേരെ എടുക്കാത്തത് എന്താണ്? ബിഗ് ബോസ് എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അങ്ങനെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാബു മോൻ ചേട്ടന് പറയാനുള്ളത് എന്ന് ചോദിച്ചത്. അപ്പോഴത്തേക്ക് സാബു മോൻ പുള്ളി എഴുന്നേറ്റിട്ട് പറഞ്ഞു. ചാടി എഴുന്നേറ്റില്ല, പുള്ളി സ്വാഭാവികമായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇത് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, പുള്ളി അപ്പോൾ അത് പറഞ്ഞ് അവിടെ കഴിഞ്ഞെങ്കിൽ അവിടെ കഴിയണമായിരുന്നു. പിന്നീട് പുള്ളി അതിനെ വീണ്ടും അതിനെ ഒന്ന് കുത്തിപ്പൊക്കി വീണ്ടും ഒരു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നില്ല. പുള്ളിക്ക് അവിടെ പറയാൻ കഴിയുമായിരുന്ന ഒരു കാര്യം, പുള്ളി അവിടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഇത് ബിഗ് ബോസിൻ്റെ ക്രൂ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പിന്നീട് ഇതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയോ ക്വസ്റ്റ്യൻസോ വേണ്ട. പക്ഷേ അദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം ബസറടിച്ചു, ടാസ്ക് കഴിഞ്ഞു, ബസറടിച്ചു, അദ്ദേഹം എഴുന്നേറ്റു. അതിനുശേഷം എല്ലാവരും കൂടി അകത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം അനീഷിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് അതവിടെ കളഞ്ഞിട്ട് എഴുന്നേറ്റത്. അത് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ പിന്നെ കോമണർ ഇത് ആക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അനീഷ് പറഞ്ഞത്, അതിന് മുമ്പ് അഭിനയിക്കുന്ന കാര്യം പറഞ്ഞില്ല, അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. 5 പേരെങ്കിലും എടുക്കാമായിരുന്നു ബിഗ് ബോസിലേക്ക്. എല്ലാ പ്രാവശ്യവും ഈ ആക്ടേഴ്സിനെയല്ല, അഭിനയിക്കുന്ന ആൾക്കാരെയാണല്ലോ കൂടുതൽ എടുക്കുന്നത്. അവർക്കാകുമ്പോൾ 100 ദിവസം അഭിനയിച്ച് നിൽക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഒരു 5 പേരെങ്കിലും എല്ലാ വർഷവും എല്ലാ സീസണിലും എടുക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു കോമണർ. അപ്പം കോമണർ എന്ന് ഉദ്ദേശിച്ചത് ഞാനാണ്, സാധാരണക്കാരനായിട്ട് വന്നത് ഞാൻ മാത്രമാണ്. അപ്പോഴത്തേക്ക് അത് നമ്മുടെ സാബു മോൻ ചേട്ടൻ അങ്ങോട്ട് സൂഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഷാനവാസ്, അക്ബർ, ഇവർക്കാർക്ക് മനിമോൾ, ഇവർക്കാർക്ക് സൂഹിക്കുന്നില്ല. ആദില, നൂറ, പിന്നി, ഇവരെല്ലാവരും കൂടി ചാടി അനീഷിൻ്റെ തോളയിലോട്ട് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ കോമണറാണ്. അപ്പോൾ നീ എവിടെയാണ് കോമണർ ആവുന്നത്? ഉടനെ ഷാനവാസ് അവിടെ പറയുന്നു, നിനക്ക് യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ പറയുന്നു, എല്ലാവരും പറയുന്നു, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ. അപ്പോൾ പറഞ്ഞു, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ നാമമാത്രമായ സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ യൂട്യൂബ് ചാനൽ, അയാളുടെ അന്നത്തെ യൂട്യൂബ് ചാനൽ കണ്ട ഒരാളാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് അയാൾക്ക് 10,000 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് 3,324 224 അങ്ങനെ എന്തോ ഒരു സംഖ്യയാണ് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് ഈ കോമണർ അനീഷ് ഇപ്പം കാരണം ഞാനത് നോക്കാൻ പോയത്, ഞാൻ കോമണറായിട്ട് അയച്ച ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി അയാൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണോ ഇയാളെ സെലക്ട് ചെയ്തത് എന്ന് വിചാരിച്ച് ഞാൻ നോക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടത് 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ.
അയാളുടെ വീഡിയോസൊക്കെ 110 പേര്, 115 പേര്, 3 ലൈക്ക്, 5 ലൈക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പുന്നാണ് അയാൾ കയറിയതിന് ശേഷം ഒരു 2 ആഴ്ച കൊണ്ട്, അയാൾ 2 ആഴ്ച കൊണ്ട് തന്നെ അയാളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ജനമനസ്സിൽ അയാൾ ഇടം നേടി തുടങ്ങി. അയാളെ ഇഷ്ടമില്ലാത്ത, എനിക്കും ആദ്യം ആ ഒരു ഇങ്ങനെ വലിച്ചു നീട്ടുള്ള എന്ന് പറഞ്ഞാൽ ചുമ്മാ റിപ്പീറ്റേഷൻ എനിക്കും ഇഷ്ടം തോന്നിയില്ല. പിന്നെ ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരു സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ, വേറിട്ട ഒരു വ്യക്തിത്വം കാണുമ്പോൾ, അതുപോലെ തന്നെ സത്യസന്ധമായ ഒരു വ്യക്തിത്വം കാണുമ്പോൾ, പരദൂഷണം പറയുന്ന ഒരു വ്യക്തിത്വം കാണുമ്പോൾ നമ്മൾ അറിയാതെ ആ വ്യക്തിയിലേക്ക് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് അയാൾ ജനങ്ങളെ അയാളുടേക്ക് തന്നിലേക്ക് അടുപ്പിച്ചതാണ്. അയാൾക്ക് നെഗറ്റീവുകൾ ഉണ്ടായിട്ട് പോലും അയാളിലേക്ക് ജനങ്ങൾ അടുത്തത് എന്തുകൊണ്ടാണ്? അയാളുടെ ആ വ്യക്തിത്വം കൊണ്ടാണ്, അയാളുടെ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രമാണ്, അയാളുടെ പരദൂഷണ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്, അയാളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യം കൊണ്ടാണ്. അല്ലാണ്ട് അയാൾ ഗെയിം കളിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ ഗെയിം കളിക്കുമായിരിക്കാം. പിന്നെ അയാൾക്ക് ഗെയിം കളിക്കട്ടെ, അയാൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അയാൾ വന്നത് ഇവിടെ. അപ്പോൾ പിന്നെ അയാൾക്ക് ഗെയിം കളിക്കാതെ അയാൾ വെറുതെ കുത്തിയിരുന്ന് ചൊറിയാനാണോ വന്നത്? അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ സംസാരങ്ങളും വിഷയങ്ങളാണ് നടന്നത്. എന്തായാലും സാബു മോന് അത് അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ സാബു മോൻ പറയുന്ന അയാൾ കോമണറല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളും ഒരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ പിന്നെ എന്താ പറയണേ, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ സെലിബ്രിറ്റി എന്ന് പറയുന്നത്? നിങ്ങൾ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറയാണ് ഇത്. അപ്പം അതിനാണ് ഞാൻ നേരത്തെ അന്ന് ഞാൻ വീഡിയോ ഇട്ടത്. സാധാരണക്കാരൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ നിന്ന് മൈജിയുടെ ഏതെങ്കിലും മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോയിട്ട് ഇൻട്രഡക്ഷൻ വീഡിയോ അയച്ച് ആ ഇൻട്രഡക്ഷൻ വീഡിയോന്ന് ലക്ഷക്കണക്കിന് ഇൻട്രഡക്ഷൻ വീഡിയോസ് എത്തിക്കാണും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ. അപ്പോൾ അതിൽ നിന്ന് ഒരാളിനെ സെലക്ട് ചെയ്ത് ആ സെലക്ഷനിൽ അയാൾ ജയിച്ചയാളെ ഓഡിഷൻ നടത്തി എടുത്തത് കൊണ്ടാണല്ലോ അയാൾ കോമണർ എന്നുള്ള തസ്തികയിലേക്ക് അയക്ക് കയറിപ്പോകാൻ പറ്റിയത്. അല്ലാണ്ട് ഇവരാരെങ്കിലും മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഇപ്പോൾ ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്ത് അയച്ചിട്ടാണ് അതിലേക്ക് കയറിപ്പോയത്. തിരിച്ചിറങ്ങി വന്ന് നമ്മുടെ സാബുണ്ണൻ ഇത് തന്നെ പറയുന്നുണ്ട്, അയാൾ കോമണർ അല്ല. എന്നിട്ട് കോമണർ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളെ ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്ത് അയാൾ അയച്ച് മൈജിന്ന് അയാൾ പോയത്? പിന്നെ ആരാണ് അവിടെ കോമണറായിട്ട് ഇൻട്രഡക്ഷൻ വീഡിയോ? നമ്മളെ ഒരു മൈജിയിലെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണിക്കണം നമ്മളെ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇവരെല്ലാം മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോയിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് അയച്ചവരാണ് എന്നുള്ള എപ്പിസോഡ് കാണില്ല. അവർ ഇറങ്ങിയിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് ഇവരങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. വേറെ പലരും അങ്ങനെ കോമണർ തസ്തികയിൽ കയറിയത്. ഇതൊരു കോമണർ എന്നുള്ള രീതിയിൽ ഒരു കോമണർ എന്നാണ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ്? പ്രശസ്തനായ നമ്മുടെ മഹാനടൻ മോഹൻലാൽ. അപ്പോൾ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞു. ആ പ്രശ്നങ്ങളുടെ അലയൊളികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അനീഷ് അത് ഇപ്പോഴും പിന്നെ എപ്പിസോഡിലും ലാലേട്ടൻ ചൂടാവുന്നുണ്ട്, ഒരു ഗസ്റ്റിനെ വന്നാൽ ഇങ്ങനെയാണെന്ന്. അപ്പം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈവനിങ് അല്ല, ഒരു ടാസ്ക് കൊടുത്തു. പിന്നെ ടാസ്ക് എന്താണ് കൊടുത്തത്? റോസ്റ്റ് ചെയ്യാനാണ് കൊടുത്തത്. സാബു മോന് പറഞ്ഞു എല്ലാവരെയും റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരെയും റോസ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്ത് പുള്ളി പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടസ്റ്റന്റ് മോശക്കാരൊന്നുമില്ല. അവിടെയുള്ള ആരും ഇപ്പം വളരെ മോശക്കാരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. മോശമായിട്ട് എനിക്ക് തോന്നുന്നത് നൂറയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നൂറയ്ക്ക് ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ചൊറിയാൻ മാത്രമേ സംസാരിക്കാൻ അറിയൂ. പിന്നെ അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് റോസ്റ്റ് ചെയ്യാൻ അനിമോൾ പിന്നെ തിരിച്ച് അവരെ റോസ്റ്റ് ചെയ്യത്തില്ല. തിരിച്ച് അനിമോളുടെ ഗുണങ്ങൾ പറയാനാണ് അനിമോൾക്ക് അറിയാവുന്നത്. പിന്നീട് അക്ബർ നന്നായിട്ട് തിരിച്ച് റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അവരുടെ കഴിവുണ്ട്. എല്ലാവർക്കും സാബു മോൻ ആരെ റോസ്റ്റ് ചെയ്താലും തിരിച്ച് സാബു മോനെ റോസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവിടെ ഇപ്പോൾ ഉള്ള 11 കണ്ടസ്റ്റന്റും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പക്ഷേ അനീഷ് പോയിന്റ് ഔട്ട് ചെയ്ത് അനീഷിനെ റോസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അനീഷ് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അനീഷ് തിരിച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. എന്നിട്ട് അനീഷ് പറഞ്ഞു, എൻ്റെ നേർക്ക് വരുന്ന ഓരോ വാക്കുകളും എതിരാളിയുടെ നെഞ്ചിലെ വെടിയുണ്ട പോലെ ഇങ്ങനെ കൈ ചൂണ്ടി, നമ്മളിപ്പോൾ കൈ ചൂണ്ടില്ല, ഈ കൈ ചൂണ്ടി സാബു മോൻ്റെ നേർക്ക് കൈ ചൂണ്ടി എനിക്ക് പിന്നെ ഞാൻ ഉറപ്പോടുകൂടി നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയാനുള്ള എനിക്കുണ്ട് എന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അനീഷ് പറഞ്ഞത്. അപ്പോൾ അതങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ പിന്നെ സാബുമൻ എഴുന്നേറ്റിട്ട് പിന്നെ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും ഡ്രമാറ്റിക്കായിട്ട് പറയേണ്ട ആവശ്യകത എന്താണ്? ഞാൻ വളരെ എനിക്ക് നീ ഇങ്ങനെ കൈ ചൂണ്ടി എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊന്നും ട്രിഗർ ആവത്തില്ല, എനിക്കൊന്നും തോന്നില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയുന്നത് തന്നെ പുള്ളിക്ക് തോന്നിയതുകൊണ്ടല്ലേ. പുള്ളി അത് അവിടെ വിട്ട് ചിരിച്ചങ്ങ് മാറ്റിയായിരുന്നേ പുള്ളിക്കൊന്നും തോന്നിയില്ല, നമ്മൾ വിശ്വസിക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലിവിങ് ഏരിയയുടെ സോഫയിലിരുന്ന് പുള്ളി അനീഷിനോട് പ്രത്യേകമായിട്ട് പറയുകയാണ്, നീ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് എനിക്കൊന്നും തോന്നത്തില്ല, എനിക്ക് അതിനകത്ത് ഒരു ഇതും തോന്നത്തില്ല, നീ അങ്ങനെ വെറുതെ എന്തിനാണ് ഡ്രമാറ്റിക്കായിട്ട് ചെയ്യുന്നത്? അത് അയാളുടെ കാര്യം, അയാളൊരു കോണ്ടന്റ് ഉണ്ടാക്കി അയാൾ ഡ്രമാറ്റിക്കായിട്ട് പറയണമെന്ന് അയാൾക്ക് തോന്നി.
അതുകൊണ്ട് ലൈവിൽ നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടിരുന്ന നമ്മളൊക്കെ യൂട്യൂബേഴ്സ് അത് വെച്ചിട്ട് വീഡിയോ ഇട്ടാൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പുറത്തൊരു ഇമ്പാക്റ്റും ആയില്ലേ. അപ്പോൾ അതാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. അയാളത് പറഞ്ഞ് പോയി. പിന്നെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും തേഞ്ഞുട്ടി, സാബു എണ്ണം തേഞ്ഞുട്ടി എന്ന് പറയും. പക്ഷെ അയാളുടെ മനസ്സിൽ അത് വളരെ ട്രിഗറായി എന്നുള്ളതിൻ്റെ തെളിവാണ് അത് തിരിച്ച് ചോദിച്ചത്. അപ്പോൾ അത് ലാലേട്ടൻ ഈ എപ്പിസോഡിലൊക്കെ ചോദിക്കുന്നതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പ്രൊമോയിൽ എന്താണെന്നുള്ളത്, പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. അപ്പോൾ പ്രൊമോ പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊമോയിൽ പിന്നെ എലി ഇല്ലേ കൂടെ പോവുകയാണെങ്കിൽ അവരത് പുലിയെ പോലെ കാണിക്കുന്ന ചാനലാണ് നമ്മുടെ ഏഷ്യാനെറ്റ്. ഓക്കെ. പിന്നെ അതിനുശേഷം പിന്നീട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ മറഞ്ഞു നിന്നതുമായിട്ട് നമ്മളൊരു ടാസ്ക് വന്നല്ലോ. ഒരു പിന്നെ നമ്മുടെ ടാസ്ക് അല്ല, പണിപ്പുര ടാസ്ക്. പണിപ്പുരയിൽ സാധനം വാങ്ങിക്കാൻ നമ്മളുടെ ബഡ്ജറ്റ്, ലക്ഷറി ബഡ്ജറ്റിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് പണിപ്പുര പോകാനുള്ള ഒരു സംഭവത്തിൽ എല്ലാവരും നിരന്ന് നിൽക്കാൻ പറഞ്ഞു. നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള ആൾക്കാർ അനുമോള്, ആര്യൻ, അതുപോലെ തന്നെ സാബു മോൻ അങ്ങ് പോയായിരുന്നു. സാബു മാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അനീഷ് നിന്നതിൻ്റെ മുന്നിലായിട്ട് വന്നിട്ട് നിവിൻ നിന്നിട്ട് ഈ മുടി ഇങ്ങനെ ഇട്ടിട്ട്. ഇപ്പം എൻ്റെ മുടി ലോങ് ഹെയർ ആണ്. ഈ എൻ്റെ മുടി പിന്നെ ഞാൻ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തോട്ട് തെറിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ എൻ്റെ മുടി കണ്ട് ഇറിറ്റേഷൻ ആവും. എന്താണ് എടുത്ത് മാറ്റാൻ പറയും. എല്ലാവർക്കും ഇപ്പം എൻ്റെ മുടി ഇഷ്ടപ്പെടണമെന്നുണ്ടോ. അപ്പോൾ ഇത് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ പിന്നെ ആ ഒരു കഥ പറയുമ്പോൾ എന്നൊരു ടാസ്ക് സാബുമാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇതുപോലെ തന്നെ ചെയ്തപ്പോൾ അയാളൊരു കഥ പറയുമ്പോൾ, നല്ലൊരു എഴുത്തുകാരനും കൂടെയാണ്, കഥ പറയുമ്പോൾ നമ്മൾ അനീഷിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോഷം ഞാൻ പറഞ്ഞു റെപ്പിറ്റീഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഗുണമെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ഒരു ടാസ്ക് കൊടുത്താലും എന്തായാലും അതിൻ്റേതായിട്ടുള്ള അയാളുടെ ചിലപ്പോൾ അത് പൊട്ടത്തിനുമാകുന്നെങ്കിൽ പോലും അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ടാസ്കുകൾ എന്ത് കാര്യങ്ങളായാലും, അതുപോലെ ബിഗ് ബോസ് സംസാരിക്കുമ്പോഴായാലും, ബിഗ് ബോസ് വിളിക്കുമ്പോഴായാലും, ഒരു ബാറ്ററി എന്ന് പറഞ്ഞ് ബെല്ലടിക്കുമ്പോഴായാലും, ഒരു ലെറ്റർ കൊടുക്കുമ്പോഴായാലും ഭയങ്കര സീരിയസ് ആണ്. കാരണം അത്ര ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ അയാൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ അവിടെ കാണിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിത്തമാണ്. ഒരു ബിഗ് ബോസ് ഒരു അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബിഗ് ബോസ് നൂറ ചോദിക്കുന്നതാണ്. അവർ ഭയങ്കരമായിട്ട് അങ്ങ് തിരിച്ചു പറയുകയാണ്. യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇല്ലാതാണ് അവർ ബിഗ് ബോസിനോട് സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു അത് നിവിനായാലും അങ്ങനെ തന്നെ. അപ്പോൾ നിവിൻ ഈ മുമ്പിൽ വന്ന് നിന്നപ്പോൾ അത് അനീഷ് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് അവിടെ നിന്ന് മാറി നിന്നു. അതിനുശേഷമാണ് ഈ ഒരു പിന്നെ പണിപ്പുര ടാസ്കിൻ്റെ സമയത്ത് അനീഷിന് മുന്നിലേക്ക് നിവിൻ നിന്ന് മുടി ഇങ്ങനെ തെറിപ്പിച്ചു. മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടിയപ്പം അനീഷ് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം മാറി നിൽക്കാൻ പറഞ്ഞില്ല, അനീഷ് അങ്ങ് മാറിപ്പോയി. അപ്പോൾ എന്നിട്ട് അനീഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ക്യാമറ മറിയുന്നു, നീ ഇതിന് എന്നെ ക്യാമറ മറച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അത് ചോദിച്ചത് ഇപ്പോൾ ക്യാമറ, അപ്പോൾ ഈ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തും ക്യാമറ ഉണ്ടെന്നൊന്നും ചിലപ്പോൾ എല്ലാവരും ഓർക്കണമെന്നില്ല. കാരണം 10-70 ദിവസം ആവാറായി. ഇനി എപ്പോഴും അവിടെ ക്യാമറ ഉണ്ട്, ഇവിടെ ക്യാമറ ഉണ്ടോയെന്നൊന്നും ആലോചിക്കത്തില്ല. ഇത് ആക്ടേഴ്സും ആലോചിക്കത്തില്ല, അവിടെ നിൽക്കുന്ന ആരും ആലോചിക്കണമെന്നില്ല. എല്ലാവരും അങ്ങ് ക്യാമറയെക്കുറിച്ചൊന്നും അവെയർ ആവത്തില്ല. കാരണം ഇത്ര ദിവസം കൊണ്ട് അവരുടെ മാനസികാവസ്ഥ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാതെ എല്ലാവരും കൂടി അയാളെ അറ്റാക്ക് ചെയ്യുവാണ്. അയാളെ വളരെ അയാളെ പറഞ്ഞു പോയതിന് നീ എന്തുകൊണ്ട്. അപ്പം നമ്മുടെ ഷാനവാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിവിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഷാനവാസ് അനുഭവിച്ച് ഷാനവാസ് അത് പറയാതിരുന്നിട്ട് ആദില നൂറയ്ക്ക് വേണ്ടി അതെടുത്ത് പുറത്തിട്ട് ആദിലയോട് പറഞ്ഞത് വലിയ പ്രശ്നമാക്കി മാറ്റിയ ഒരാളാണ്. എന്ത് വലിയ പ്രശ്നമാക്കി, പുറത്തും അകത്തും ഒക്കെ പ്രശ്നമാക്കി ഒരു മനുഷ്യൻ പറയുകയാണ്, നിനക്ക് അവൻ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിനക്കങ്ങ് പറഞ്ഞുകൂടായിരുന്നു, നിനക്ക് അപ്പോഴങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന്. പിന്നെ നീ എന്താണ് അത് പറയാതിരുന്നത്, നിനക്ക് അപ്പോഴങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന്. ചോദിക്കുന്ന ഒരാളിൻ്റെ ഒരവസ്ഥ, ഇരട്ടത്താപ്പ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആ ഇരട്ടത്താപ്പ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു. ഷാനവാസ് എന്തോ ഒരു മാനിപ്പുലേറ്റിനാണ്. പണ്ട് ആദ്യ ആഴ്ചകളിൽ ഇതേപോലെ അനിമോളെ മാനിപ്പുലേറ്റ് ചെയ്ത് അനിമോള് പറഞ്ഞതിനെയൊക്കെ വളച്ചൊടിച്ച് മാനിപ്പുലേഷൻ നടത്തി. അപ്പോഴും നമ്മൾ വിചാരിച്ചത് അത് ചിലപ്പോൾ അറിയാതെ പറഞ്ഞിരിക്കും. പക്ഷേ പക്കാ മാനിപ്പുലേഷൻ ഗെയിമാണ് നമ്മുടെ ഷാനവാസൊക്കെ കളിക്കുന്നത്. അത് മോശമൊന്നും ഞാൻ പറയത്തില്ല, അത് അയാളുടെ ഗെയിമാണ് പക്ഷേ ആ ഗെയിം അയാളുടെ കീപ്പോട്ടാണ്, താഴോട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു വിടവിലേക്ക് ആരെങ്കിലും കയറിപ്പോവും. അക്ബറാവാം, ചിലപ്പോൾ ആരിനാവാം. ഷാനവാസക്കയുടെ പഴയ ഗെയിമായിരുന്നു നല്ലത്. ഈ ഗെയിം ഷാനവാസയ്ക്ക് ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ചും ആദില നൂറയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ ഗെയിം ഒരിക്കലും ആദില നൂറ അവിടെ എന്ത് കളിയാണ് കളിക്കുന്നത്? ഒരു ഗെയിമും കളിക്കുന്നില്ല. നൂറയൊക്കെ വെറുതെ ഈ ഒരു ഫേസിൻ്റെ ഒരിത്തിരി പിന്നെ ക്യൂട്ട്നെസ്, സൗന്ദര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫുള്ള് എല്ലാം ഫിറ്റിംഗ് ആണല്ലോ. പുരികം, കൺപീലി, ചുണ്ടുകൾ. ഇപ്പം നമ്മളിപ്പോൾ ഇത്തിരി ലിഫ്റ്റിക്ക് തേച്ചിരിക്കുന്ന ഒരു മേക്കപ്പ് അല്ലേ നമുക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്യൂട്ടി കോസ്മെറ്റിക്സ് എന്ന് കോസ്മെറ്റിക് സർജറി പോലെ എല്ലാം കൃത്രിമമാണ്, ആർട്ടിഫിഷ്യലാണ്. ഈ ആർട്ടിഫിഷ്യൽ സൗന്ദര്യം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്ന പല ആൾക്കാരും.
അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നൂറയ്ക്കൊക്കെ കൈമുതൽ, നൂറയ്ക്ക് മാതിലേക്ക്. അല്ലാതെ എന്താണ് പിന്നെ ആദില നൂറയും കാട്ടി കുറച്ചും കൂടി റിയലാണ്. കാരണം അവരെ സ്വഭാവം ശരിയല്ല, അവരുടെ ബിഹേവിയർ ശരിയല്ല എങ്കിലും, സ്വഭാവമല്ല ബിഹേവിയർ ശരിയല്ല എങ്കിലും ആ ബിഹേവിയർ അവർ ജെനുവിനാണ്. പക്ഷെ നൂറ എന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളത്തരമാണ്, ഭയങ്കര കള്ളത്തരം. ഇരട്ടത്താപ്പിൻ്റെ അങ്ങേറ്റത്തെ റാണിയാണ് നൂറ. പിന്നെ ഇപ്പുറത്ത് മനസ്സിൽ വേറൊന്നാണ്, ഇപ്പുറത്ത് വേറൊന്നാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്നെ വലിയ സംസാര കാര്യങ്ങളോ ഗെയിമോ ഒന്നുമില്ല അവർക്കില്ല. പണ്ട് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും വീട്ടിൽ കയറ്റാത്ത കാര്യങ്ങൾ, അത് മാത്രമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ ആഴ്ച നടന്നത്. അപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ പൊരിക്കാനുള്ള സാധ്യത. അപ്പോൾ എന്നിട്ട് ഇവർ രണ്ടുപേരും ആണല്ലോ ജയിലിൽ പോയത്, ലക്ഷ്മി അനീഷും. അപ്പോൾ ലാലേട്ടൻ പൊരിക്കാൻ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗസ്റ്റിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കുമായിരിക്കാം. പിന്നെ ഗസ്റ്റിനോട് അങ്ങനെയൊന്നും അനീഷ് വളരെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴും തിരിച്ച് ചോദിക്കുമ്പോഴും ഞാൻ അപ്പോഴങ്ങ് പറഞ്ഞു പോയി സാബു ചേട്ടാ എന്ന് അവന് പറഞ്ഞത്. വളരെ റെസ്പെക്റ്റോട് തന്നെയാണ് സംസാരിച്ചത്. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തു. കൃത്യമായി മറുപടി കൊടുത്തത് ഒരിക്കലും അതൊരു പിന്നെ റെസ്പെക്റ്റ് ഇല്ലായ്മ, ബഹുമാനമില്ലായ്മയാണെന്ന് വിചാരിക്കേണ്ട ലാലേട്ടൻ. പിന്നെ ലാലേട്ടൻ പലതും പറയും, അത് ലാലേട്ടൻ്റെ ഗെയിമാണ്. ബിഗ് ബോസ് പലതും പറയും, അത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ്. നമ്മളൊരിക്കലും റൂൾസ് വയലേറ്റ് ചെയ്യാതിരുന്നാൽ മതി. റൂൾസ് വയലേഷൻ നടത്തുമ്പോഴാണ് പ്രശ്നം. അതുപോലെ തന്നെ ആരിനുമായിട്ട് ഷാനവാസുമായിട്ട് വലിയൊരു പ്രശ്നം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് കയറിയില്ലായിരുന്നെങ്കിൽ അവിടെ ഷാനവാസ് ആരിനെ അടിച്ച് ഇപ്പോഴേ പുറത്തു പോയിന്. പിന്നെ അനീഷ് എന്ത് ചെയ്താലും ഷാനവാസ് അനീഷിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇഞ്ചി തൈ നട്ടതും, പിന്നെ നീ പെരുങ്കള്ളനാണ്, നീ സ്ട്രാറ്റജിയാണ്, നീ മറ്റേതാണ്, നീ മറിച്ചതാണ്, നീ വളരെ നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നീ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ല, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നീ ക്യാമറ സ്പേസിന് വേണ്ടി നിനക്ക് അവിടെ ക്യാമറ ഉണ്ടെന്നറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം. പിന്നെ നമ്മൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നുള്ളൊരു ചൊല്ലുണ്ട് പണ്ടത്തെ. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ കാണുന്ന മിക്കവാറും എല്ലാവരും ഒരു 24-നും ഒരു മുകളിൽ ഒരു 45 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ്. എന്നെ ഒരു 50% ആൾക്കാരും എന്നെ കാണുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ആ ഒരു ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും പിന്നെ എന്തോ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. അത് പറയുന്നത് പോലെയാണ് അനീഷ് എന്ത് തൊട്ടാലും ഹൗസിലുള്ളവർക്ക് കുറ്റം.